ഇതിനകത്ത് വരുന്ന സെർവർ ക്ലയന്റ് കമ്മ്യൂണിക്കേഷന്റെ ഒരു വർക്കിംഗ് ഡയഗ്രാം ആണ് ഈ കാണുന്നത്. അപ്പൊ ആദ്യം സെർവർ എന്ത് ചെയ്യും? സോക്കറ്റ് ഉണ്ടാക്കിയതിനു ശേഷം അത് ബൈൻഡ് ചെയ്യും IP അഡ്രസ്സും പോർട്ട് നമ്പറൊക്കെ വെച്ചിട്ട്. അപ്പൊ ഈ ക്ലയന്റ് എന്ത് ചെയ്യും? കണക്ട് ചെയ്യുന്നു. അപ്പൊ ക്ലയന്റ് കണക്ട് ചെയ്തതിനു ശേഷം ക്ലയന്റ് സെർവറിലേക്ക് റിക്വസ്റ്റ് അയക്കുന്നു. സെർവർ എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്തതിനു ശേഷം റിപ്ലൈ കൊടുക്കുന്നു. അത് ഇവിടെ റിസീവ് ചെയ്യുന്നു. ആ ഒരു സംഭവമാണിത്. അതിനുശേഷം അത് ക്ലോസ് ചെയ്യണം. ഇതാണ് UDPന്റെ ആ ഒരു വർക്കിംഗ്. ഇനി ഇതിന്റെ സോഴ്സ് കോഡ് നോക്കാം. നമ്മൾ അതിന്റെ സോക്കറ്റിന്റെ ടൈപ്പും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും പോർട്ട് അഡ്രസ്സും IP അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആർപ്പ ഐനെറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു മാക്സ് ലെങ്ത് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഫൈൻ ചെയ്ത് വെക്കുന്നുണ്ട് 1024 പറഞ്ഞിട്ട്. രണ്ട് ആർഗ്യുമെന്റ് എടുക്കുന്നുണ്ട്. ഇന്റ് ആർഗ് സ്റ്റാർ ആർഗ് വി എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം സോക്ക് FD N ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്റിന്നലെ ആക്കി വെക്കുന്നുണ്ട്. പിന്നെ സോക്കറ്റിന്റെ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സോക്ക് ലെൻ എന്ന ഇതിലേക്ക് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ ചാർ നമ്മൾ വെച്ചിട്ട് മെസ്സേജ് എന്ന ഇതിലേക്ക് 1024 സൈസുള്ള ഒരു ഇതിലേക്ക് നമ്മൾ ആക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ സെർവർ ആയിട്ടും ക്ലയന്റ് ആയിട്ടിന്റെ സ്ട്രക്ചർ നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സോക്കറ്റ് ഉണ്ടാക്കുന്നു. ഇത് ഡൊമൈൻ ആണ്. ഇത് നമ്മൾ സോക്ക് ഡീഗ്രാം. നമ്മൾ TCP-നകത്ത് സോക്ക് സ്ട്രീം ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ ടൈപ്പ് നമ്മുടെ സോക്ക് ഡീഗ്രാം ആണ്. പിന്നെ നമ്മൾ ഇത് 0 ആയിട്ടാണ് അസൈൻ ചെയ്യാന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ B0 ഇത് സെർവർ ആഡ്രസ് സൈസ് സെർവർ ആഡ്രസ് ഇതായത് നമ്മൾ ഡാറ്റാഗ്രാം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഡീഗ്രാം ഡാറ്റാഗ്രാം അത് ഇങ്ങനെ ലൂപ്പ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഡാറ്റാഗ്രാം ഉണ്ടോ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു ലൈൻ ചേർക്കുന്നത്. പിന്നെ നമ്മൾ അതിന്റെ സെർവറിന്റെ പോർട്ടർ ഫാമിലിയോ അഡ്രസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ TCP-നകത്ത് യൂസ് ചെയ്ത സെയിം സാധനങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മൾ ബൈൻഡ് ചെയ്യാണ് സോക്കറ്റ് സ്ട്രക്ട് നമ്മൾ സെർവ് മറ്റേ അഡ്രസ്സും പോർട്ട് അഡ്രസ്സും IP അഡ്രസ്സും ഒക്കെ നമ്മൾ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ലിസൺ ചെയ്യുന്നു. ഇപ്പോൾ ക്ലയന്റ് ആഡിനകത്തുള്ള സൈസ് ആണ് നമ്മൾ ലെങ്ത് എന്ന വേരിയബിളിനകത്ത് നമ്മൾ അസൈൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ റിസീവ് മറ്റേ ക്ലയന്റിനകത്ത് നമ്മൾ കണ്ടതാണ് റിസീവ് കഴിഞ്ഞിട്ടാണ് സെൻഡ് ടു എന്ന് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ക്ലയന്റ് ആഡിനകത്തുള്ള ഡാറ്റ മറ്റേ പോർട്ട് അഡ്രസ് IP ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്തിട്ട് എന്നിലേക്ക് ആക്കുന്നു. പിന്നെ ക്ലയന്റ് മെസ്സേജ് നമ്മൾ മെസ്സേജ് എന്ന വേരിയബിളിനകത്ത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു. പിന്നെ നമുക്ക് കിട്ടിയ നമ്പർ ഓഫ് ബൈറ്റ്സ് എത്രത്തോളം ബൈറ്റ്സ് നമ്മൾ റിസീവ് ചെയ്തു ആ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ക്ലയന്റ് ആഡിനകത്തുള്ള ആ ഒരു സൈസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അല്ലെങ്കിൽ അത് എറർ പ്രിന്റ് ചെയ്യണം. പിന്നെ നമ്മൾ സെൻഡ് യൂസ് ചെയ്യണു. അങ്ങനെ നമ്മൾ ആ ഒരു മെസ്സേജും ക്ലയന്റ് ആഡിലേക്കൊക്കെ ചെയ്യുന്നു.